കൊല്ലത്ത് പ്ലാസ്റ്റിക് ഉരുക്കി എണ്ണപ്പലഹാരമുണ്ടാക്കിയ സംഭവത്തിൽ റെയിൽവേ മന്ത്രിക്കും റെയിൽവേ മന്ത്രാലയത്തിനും പരാതി. യുവമോർച്ച ജില്ലാ കമ്മിറ്റിയാണ് പരാതി നൽകിയത്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം ഭക്ഷണ സാമ്പിൾ ശേഖരിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യാത്തതോടെയാണ് പരാതി നൽകിയത്. നൌഷർ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പൊരിപ്പ് കടയിൽ ആ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്നത് ഈ പാം ഓയിൽ പോലത്തുള്ള പ്ലാസ്റ്റിക് കവറുകളാണെന്നുള്ള ഞെട്ടിക്കുന്ന ദൃശ്യം മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടും കോർപ്പറേഷൻ അധികാരികൾ വന്ന് അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിച്ചിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ബന്ധപ്പെട്ട പലഹാരങ്ങളോ അതുമായി നിർമ്മാണം നടത്തിയ വസ്തുക്കളോ കൊണ്ടുപോയി സാമ്പിൾ പരിശോധന ചെയ്യുവാൻ കാലതാമസമെടുത്തത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഗുരുതര വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാരതീയ ജനതാ യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും DGPക്കും കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് പരാതി യുവമോർച്ച നൽകിയിട്ടുണ്ട്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. റെയിൽവേ സ്റ്റേഷന് സമീപമാണ് പ്ലാസ്റ്റിക് ഉരുക്കിച്ചേർത്ത എണ്ണയിൽ പലഹാരം ഉണ്ടാക്കിയത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിൽ ഒരു മെല്ലെപ്പോക്ക് സ്വീകരിക്കുന്നുണ്ട്. മാത്രമല്ല സാക്ഷിമൊഴികളിലൊന്നും ഈ പ്ലാസ്റ്റിക് കവർ ഉരുക്കി എണ്ണയിൽ ഒഴിക്കുന്നത് കണ്ടിട്ടില്ല എന്ന ഒരു വിചിത്രമായ വിശദീകരണവുമുണ്ട്. അപ്പോൾ പിന്നെ ഇത് ശൂന്യതയിൽ നിന്ന് ഇങ്ങനെ ഒരു ആരോപണം വരുമോ ദിലീപ്? എന്താണ് സംഭവിക്കുന്നത്? എന്തൊക്കെയോ കള്ളക്കളികൾ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും സുജിയ, അതുകൊണ്ട് തന്നെയാണ് ഈ കള്ളക്കളികൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായ പ്രണവ് താമരക്കുളം ഇപ്പോൾ റെയിൽവേ മന്ത്രിക്കും റെയിൽവേ മന്ത്രാലയത്തിനും പരാതി നൽകുകയും ചെയ്തു. ഇത്രയും 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഇതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എത്തിയിട്ടില്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറയുന്ന വാദം ഇങ്ങനെയാണ്: ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടന്റ് അതിൽ എന്തെങ്കിലും വേവുന്ന സാധനത്തിൽ അല്ലെങ്കിൽ ഉരുകുന്ന സാധനത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ രുചി ആ ഭക്ഷണ സാധനത്തിലും ഉണ്ടാവും. അങ്ങനെ ഒരു തരത്തിൽ പോലും ഈ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, അത് മറ്റെന്തെങ്കിലും തരത്തിൽ വീണതാകാം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, നേരത്തെ സുജയ പറഞ്ഞതുപോലെ തന്നെ ആരും തന്നെ ഇതൊരു പരാതിയായിട്ടോ മൊഴിയായിട്ടോ നൽകിയിട്ടില്ല എന്നുള്ളൊരു വാദം കൂടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കാണുന്നുണ്ട്. ഞാൻ ഈ സംഭവം നടന്ന 8 മണിയോടെ രാവിലെ 8 മണിയോടെ ഈ കടയിൽ തിളച്ച എണ്ണയിൽ ഈ പ്ലാസ്റ്റിക് കവർ കാണുകയും അത് കണ്ട വ്യക്തിയുടെ ബൈറ്റ് നേരിട്ടെടുക്കുകയും ചെയ്ത ആളാണ്. അതിലൂടെ ട്രെയിൻ ഇറങ്ങി നടന്നു പോകുന്ന ആളാണ് ഇത് കാണുകയും ഇത് മറ്റു നാട്ടുകാരുടെ ശ്രദ്ധയിലടക്കം പെടുത്തിയത്. എന്നിട്ട് പോലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറയുന്നത് ഇത്തരത്തിലൊന്നും നടക്കാനിടയില്ല, അത് മറ്റെന്തെങ്കിലും തരത്തിൽ ഉണ്ടാകാനിടയായതാണ്, ഇതിന് പരാതിയും ലഭിച്ചിട്ടില്ല എന്നുള്ള വാദമാണ്. പക്ഷേ കോർപ്പറേഷൻ അധികൃതർ ഇത് സ്ഥലത്തെത്തുകയും ഈ കട അടപ്പിക്കുകയും ചെയ്തു. ഇതിന് ഒരു തരത്തിലുള്ള ലൈസൻസ് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. കണ്ണൂർ മുഴപ്പിലങ്ങാടി സ്വദേശി നൌഷീറിൻ്റെ ഉടമസ്ഥയിലുള്ള കടയാണ്. പക്ഷേ ഈ കടയ്ക്ക് ലൈസൻസോ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡോ ഉണ്ടായിട്ടില്ല എന്നുള്ള ഗുരുതരമായ തെറ്റുകളും കണ്ടെത്തി. എന്തായാലും ഇപ്പോൾ കട അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ പരാതിയിൽ ഈ കട നടത്തിക്കുന്ന നൌഷീറിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അടുത്ത നീക്കം ഇനി പോലീസിൻ്റെ കയ്യിലാണ്. പോലീസ് എന്തായാലും പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ വകുപ്പുകൾ നീക്കി ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യങ്ങളടക്കം ഈ കൊല്ലം പോലീസ് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടിയാകുമോ എന്ന് നമുക്ക് നോക്കാം. പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്തതാണോ അതോ പാമോലിൻ ഒഴിക്കുമ്പോൾ ആ പാമോലിന്റെ കവർ വന്നങ്ങ് ചട്ടിയിലേക്ക് അങ്ങ് വീഴുകയായിരുന്നോ? എന്തൊരു വിചിത്രമായ വാദമാണ് കടയുടമയൊക്കെ നിരത്തിയിരിക്കുന്നത്. അത് കണ്ടു നിൽക്കുന്ന ആളുകൾ പറഞ്ഞതടക്കം ആ സമയത്തെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. താങ്ക് യു ദിലീപ് ദേവസ്യ.